Life's battles don't always go to the stronger or the faster man. ജീവിതത്തിന്റെ യുദ്ധങ്ങൾ ആരല്ല പലപ്പോഴും ജയിക്കുന്നത്? ഏറ്റവും വലിയ മസിൽ മാൻ അല്ല, ഏറ്റവും സ്പീഡിൽ ഓടുന്ന ആളുമല്ല. പിന്നെ ആരാ? ബട്ട് സൂൺ ഓർ ലേറ്റ് ദ മാൻ ഹു വിൻസ് ഈസ് ദ മാൻ ഹു തിങ്സ് ഹി ഷീ ക്യാൻ. ജീവിതത്തിന്റെ യുദ്ധം വിജയിക്കുന്നത് ആരാ? ആരുടെ മനസ്സ് പറയുന്നോ ഞാൻ വിജയിക്കും, ആ വ്യക്തിയാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടന്ന് വിജയിക്കുക. അപ്പോൾ ഏറ്റവും സ്ട്രോങ് എന്ന് പറഞ്ഞ ശാരീരികാരോഗ്യമാകാം, വിദ്യാഭ്യാസ യോഗ്യതയാകാം, സാമ്പത്തികമാകാം, പൊസിഷനാകാം, അതൊന്നുമല്ല. ആ വ്യക്തി ആയിരിക്കണം എന്നില്ല അൾട്ടിമേറ്റ്ലി ജീവിതത്തിൽ വിജയിക്കുക. പകരമാരായിരിക്കാം? നേരത്തെ പറഞ്ഞതെല്ലാം വളരെ കുറച്ചേ ഉള്ളൂ. ചിലപ്പോൾ എഴുതാനും വായിക്കാൻ പോലും അറിഞ്ഞൂടാ, ടെക്നോളജി തീരെയില്ല. ചിലപ്പോൾ ശരീരത്തിന്റെ അവയവം, ഒരു കൈയില്ലാതെ രണ്ട് കാലുകളില്ല. ആ വ്യക്തിയുടെ മനസ്സ് പറയുന്നു എനിക്ക് പറ്റും എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയായിരിക്കും ജീവിതമെന്ന യുദ്ധക്കളത്തിൽ വിജയിക്കുക. അപ്പോൾ നമ്മളൊക്കെ പലതരം പ്രതിസന്ധികളെ നിത്യജീവിതത്തിൽ അനുഭവിക്കുന്നവരാ. ആര് വിജയിക്കണം എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഓപ്റ്റിമിസം, ശുഭാപ്തി വിശ്വാസം, ദ വിന്നേഴ്സ് ആറ്റിറ്റ്യൂഡ്. വിജയിക്കുന്ന വ്യക്തിയുടെ മനോഭാവമാണ് ഓപ്റ്റിമിസം. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒരു പേഴ്സണൽ വിശകലനം ചെയ്ത് മുന്നോട്ടേക്ക് നീങ്ങിക്കൊള്ളുക. ഹെലൻ കെല്ലറിന്റെ മനോഹരമായ ഒരു കോട്ടാണ്: ഓപ്റ്റിമിസം ഇസ് ദ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. നത്തിങ് ക്യാൻ ബി ഡൺ വിത്തൗട്ട് ഹോപ്പ് ആൻഡ് കോൺഫിഡൻസ്. ഹെലൻ കെല്ലർ ആരാണ് നമ്മളോട് പറയേണ്ട ആവശ്യമില്ല. ഹെലൻ കെല്ലറാ പറഞ്ഞതെന്ന്. ശുഭാപ്തി വിശ്വാസം ഇസ് എ ഫെയ്ത്ത് ദാറ്റ് ലീഡ്സ് ടു അച്ചീവ്മെന്റ്. വിജയത്തിലേക്ക് നയിക്കുന്ന വിശ്വാസമാണ് ഓപ്റ്റിമിസം. ഞാൻ അവിടെ എത്തും, ഞാൻ മറുകര കടക്കും, ഞാൻ വിജയിക്കും, എനിക്കത് കിട്ടും, അത് നേടുവാൻ സാധിക്കും. കഴിഞ്ഞ 6 മാസം പുറകിലേക്ക് നോക്കുമ്പോൾ ഈ ശുഭാപ്തി വിശ്വാസം എപ്പോഴെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നുകൂടെ പരിശോധിക്കണം. ഇപ്പൊ 2 വാക്കുകളാണ്, പ്രത്യേകിച്ചും ആദ്യമായിട്ട് പങ്കെടുക്കുന്നവർ ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിന് മുൻപ് പങ്കെടുത്തവർ തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുമുണ്ട്. ആർ യു മോർ എ പെസിമിസ്റ്റ് ദാൻ ആൻ ഓപ്റ്റിമിസ്റ്റ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഒരു 6 മാസത്തെ പുറകോട്ട് നോക്കുക. പെസിമിസവും ഓപ്റ്റിമിസവും, ശുഭാപ്തി വിശ്വാസവും അശുഭാപ്തി വിശ്വാസവും ഒരു ത്രാസിന്റെ 2 തട്ടിൽ വെച്ച് തൂക്കിയാൽ എന്റെ ജീവിതത്തിലെ ഏതായിരിക്കും കുറച്ചുകൂടി വെയിറ്റ് കൂടിയത്? 6 മാസം പുറകിലേക്ക് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ ഒരു വിശകലനം. ഖലീൽ ജിബ്രാൻ: The optimist sees the rose and not its thorns. The pessimist stares at the thorns and oblivious to the rose. അപ്പോൾ ഓപ്റ്റിമിസ്റ്റ് ആണോ പെസിമിസ്റ്റ് ആണോ എന്ന് കണ്ടുപിടിക്കുവാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കോട്ടാണ്. ഓപ്റ്റിമിസ്റ്റ് ഒരു റോസച്ചെടി കാണുമ്പോൾ അതിൽ വിടർന്നു നിൽക്കുന്ന ഒരു പൂവേ ഉണ്ടാവുകയുള്ളൂ, ആ പൂവിൽ ശ്രദ്ധിക്കും. അശുഭാപ്തി വിശ്വാസിയോ ആ റോസച്ചെടിയിലെ പൂവ് കാണില്ല, മറിച്ച് അതിലെ മുള്ളുകളിലേക്ക് ശ്രദ്ധിക്കും. അപ്പോൾ നിങ്ങൾ ജീവിതത്തിലെ റോസച്ചെടിയിലെ പൂവുകളിലാണോ ശ്രദ്ധിക്കാറ്, അതോ പൂവിനെ കാണാതെ അതിലെ മുള്ളുകളിലേക്കാണോ ശ്രദ്ധ പോകാറ്? പരിശോധിക്കുക. എന്തെങ്കിലും കാരണവശാൽ മുള്ളുകളിലാണ് ഫോക്കസ് എങ്കിൽ ഇപ്പോൾ തന്നെ, എന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ തിരിച്ചറിയണം, ആ റോസച്ചെടിയിൽ ചില പൂക്കളും ഉണ്ട്. ഫോക്കസ് ചേഞ്ച്. ഓസ്കാർ വൈൽഡ്. ഓരോന്ന് കേൾക്കുമ്പോഴും ഇപ്പോൾ തന്നെ മനസ്സിൽ മാറ്റങ്ങൾ വന്നുകൊള്ളട്ടെ കേട്ടോ. A pessimist is somebody who complains about the noise when opportunity knocks. അവസരം വന്ന് നിങ്ങളുടെ വാതിലിൽ മുട്ടുകയാണ്, വരൂ 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 വരൂ. അപ്പൊ നിങ്ങൾ പറയാൻ തോന്നുന്നു, എന്തൊരു ശല്യ, ഒന്ന് വെറുതെ ഇരിക്കാൻ സമ്മതിക്കൂല, ആരാണ്ടോ വന്ന് വാതിലിൽ മുട്ടി ശല്യപ്പെടുത്തുന്നില്ലേ.
പെസിമിസ്റ്റിന് അവസരങ്ങളുടെ വാതിലിൽ മുട്ടുന്ന ശബ്ദം പോലും എന്തായി മാറും? അരോചകമായിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. എത്രയോ അവസരങ്ങൾ നമ്മുടെയൊക്കെ വാതിലുകളിൽ പല പ്രാവശ്യം മുട്ടിയിട്ട് നമ്മൾ വാതിൽ തുറക്കാത്തത് കാരണം അവസരങ്ങൾ പോയി, അടുത്ത വീട്ടിലേക്ക് പോയി. അപ്പോൾ are you a pessimist to complain about the noise when opportunity knocks? ഒരു പെസിമിസ്റ്റ് വളരെ ചുരുക്കി പറഞ്ഞാൽ എക്സ്പെക്ട്സ് വേഴ്സ്റ്റ് ഇൻ എ സിറ്റുവേഷൻ. എല്ലാം മോശമായി തീരുമെന്ന് മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുകയാണ്. ഇനി അഥവാ ഒരു കാര്യം നന്നായി സംഭവിച്ചാൽ പെസിമിസ്റ്റ് സർപ്രൈസ്ഡ് ആയി പോകും. എന്താ കാരണം? ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്കിത് ചെയ്യുവാൻ സാധിക്കും. പെസിമിസ്റ്റ് വണ്ടറടിക്കുക, ഇതെങ്ങനെ നന്നായി നടത്താൻ സാധിച്ചു. ഡസ് നോട്ട് ട്രൈ ഔട്ട് തിങ്സ് യു വാണ്ട് ടു. പെസിമിസ്റ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളും, ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ശ്രമിക്കുക പോലും ചെയ്യില്ല. നിരന്തരം നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഉണരുമ്പോൾ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആരംഭിക്കും. എന്തൊക്കെയാ പോലും എന്നെ നെഗറ്റീവായിട്ട് കാത്തിരിക്കുന്നത്, പരാജയങ്ങൾ. ഈ വ്യക്തി മറ്റൊരു പ്രത്യേകത, ഹോൾഡ്സ് ലോവർ വ്യൂസ് ഓഫ് സെൽഫ്. സ്വന്തം അവസ്ഥയെപ്പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങളായിരിക്കും. കഴിവുകൾ ഉണ്ട് എങ്കിലും ആ കഴിവുകളെ കൊച്ചാക്കിയേ കാണൂ, ചെറുതാക്കിയേ കാണുകയുള്ളൂ. അപാകതകളിൽ ഫോക്കസ് ചെയ്യും. ബിലീവ്സ് ദാറ്റ് എൻജോയബിൾ തിങ്സ് വിൽ കം ടു അൻ എൻഡ്. ജീവിതത്തിൽ നല്ലത് സംഭവിച്ചാൽ ഉടൻ പറയും ഇതൊന്നും കൂടുതൽ ലാസ്റ്റ് ചെയ്യില്ല. മലയാളത്തിൽ ചൊല്ലില്ലേ, ചിരിച്ചാൽ കരയേണ്ടി വരും. അപ്പോൾ ഈ തരം ഒരു പെസിമിസ്റ്റ് ആണോ, ഇതിലേതെങ്കിലുമൊക്കെ ഉണ്ടോ, പരിശോധന നടത്തുക. മൈൻഡ് പ്ലസിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാ? ജീവിതത്തിൽ സമൂലമായ ഒരു മാറ്റത്തിന് വേണ്ടിയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് എത്രയോ വ്യക്തികൾ കൂടുന്നതാണ് മൈൻഡ് പ്ലസ്. ഇതിനെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ഒരു മുഴുവൻ അല്ലെങ്കിൽ കൂടുതൽ ഓപ്റ്റിമിസ്റ്റ് ആയിട്ടില്ലേ? പെർഫെക്റ്റ്ലി ഓക്കെ. ആ യാത്ര ഇന്നിവിടെ തുടങ്ങിക്കോളൂ. അത് നിങ്ങൾക്കുമുള്ളതാണ്. അപ്പോൾ ഓരോന്നോരോന്ന് പരിശോധിക്കാം. യു വിൽ നെവർ ഫൈൻഡ് എ റെയിൻബോ ഇഫ് യു ആർ ലുക്കിംഗ് ഡൗൺ. ചാർലി ചാപ്ലിൻ പറഞ്ഞതാണ്. നിങ്ങൾ നിരന്തരം മണ്ണിൽ നോക്കി, താഴേക്ക് നോക്കി തലകുമ്പിട്ട് നടക്കുന്ന ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ, നെഗറ്റിവിറ്റിയിലാണെങ്കിൽ എന്ത് കാണാൻ പറ്റില്ല? ആകാശത്തെ മഴവില്ല് കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്തോളൂ? ഇപ്പോൾ തന്നെ തുടങ്ങിക്കോളൂ. ആ മുഴുവൻ സമയം തലകുമ്പിട്ട് നടക്കുന്നതിന് പകരം ഒന്ന് ആകാശത്തേക്ക് നോക്കിക്കേ, അവിടെ മഴവില്ലുകൾ ഉണ്ടാകാം. ലുക്ക് അപ്പ്. പ്രതീക്ഷയോടെ മുകളിലോട്ട് നോക്കുക. You got to look for the good in the bad, the happy in your sad, the gain in your pain, and what makes you grateful, not hateful. അപ്പോൾ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു കണ്ണടയിൽ കൂടി ഇനി മുതൽ എങ്ങനെ നോക്കണം? ഗുഡ് ഇൻ ദ ബാഡ്. മോശത്തിലെ നല്ലതിനെ കാണണം, സങ്കടത്തിലെ സന്തോഷത്തിനെ കാണണം, വേദനയിലെ നേട്ടത്തിനെ കാണണം. വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾക്ക് പകരം നന്ദിയുടെ കാര്യങ്ങളെ കാണണം. ഇപ്പോൾ തന്നെ ചെയ്തോളൂ. ഹെൻസ് മേക്ക് കോൺഷ്യസ് എഫേർട്സ്. അപ്പോൾ ഓപ്റ്റിമിസ്റ്റ് ആകണോ? സ്വല്പം ഒരു ബോധപൂർവ ശ്രമം നടത്തണം. നമ്മുടെ ചുറ്റുപാടും നോക്കിയിട്ട് എല്ലാം മോശം എന്ന് പറയുന്നതിന് പകരം അതിന്റെ ഇടയിൽ കൂടി ചില നല്ലതില്ലേ, ആ നല്ലതിൽ മാത്രം കോൺഷ്യസ് ആയിട്ടൊന്ന് നോക്കിക്കേ. ആൻഡ് അടുത്ത് ചെയ്യേണ്ട കാര്യം, remember to look for the rainbow when it rains and search for the stars when it gets dark. സന്ധ്യാസമയമായി, അല്ലെ മഴ പെയ്യാൻ തുടങ്ങുകയാണ്. എന്ത് ചെയ്യണം? മഴ പെയ്യുമ്പോൾ മഴയെ ശപിക്കുന്നതിന് പകരം ഒന്ന് നോക്കണം ആകാശത്തേക്ക്, എവിടെയെങ്കിലും റെയിൻബോ ഉണ്ടോ എന്ന് നോക്കണം. സന്ധ്യയായി തുടങ്ങുമ്പോൾ എന്തൊരു കൂരിരുട്ട് എന്ന് പറഞ്ഞ് ഇരുട്ടിനെ ശപിക്കുന്നതിന് പകരം ആകാശത്തേക്കൊന്ന് നോക്കിക്കേ, അവിടെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടാകാം. അപ്പോൾ ഓപ്റ്റിമിസ്റ്റ് ആകണോ? ബി ഫ്ലെക്സിബിൾ. പിടിവാശിയും ഒഴിവാക്കുക. എന്തെന്ന്? ഞാൻ ഇങ്ങനെയേ രാത്രിയെ കാണൂ. രാത്രി ഇരുട്ട് മാത്രമല്ല, ആകാശത്തേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളും കാണാം മുകളിൽ.
സോ ഒരു സ്വല്പം ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. എവിടെയൊക്കെയോ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ട്. മഴ പെയ്യുമ്പോൾ എവിടെയോ ഒരു റെയിൻബോ ഉദിച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാനൊന്ന് ഫ്ലെക്സിബിൾ ആകണം. എന്റെ നോട്ടത്തിൽ ഒരു മാറ്റം വരുത്തണം. Two men looked out from the prison bars. One saw the mud, the other saw stars. രണ്ടാളുകൾ ജയിലിൽ കിടക്കുകയാണ്. ഒരേ ജയിലിലാണ്. ഒരാൾ പുറമേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഓ, എന്തൊരു ചെളിയ പുറത്ത്. അതേ ജനലിൽ കൂടി അവന്റെ സഹതടവുകാരൻ നോക്കിയിട്ട് പറഞ്ഞു, ഐ സീ ദ സ്റ്റാർസ്. ഞാൻ നക്ഷത്രങ്ങൾ കാണുന്നു. അപ്പോൾ ഓരോ ആളും തീരുമാനിക്കണം. ജീവിതത്തിൽ പ്രതിസന്ധികളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കും. വാട്ട് ഡു യു സീ ഡിപ്പെൻഡ്സ് ഓൺ വേ ഡു യു ലുക്ക്. നിങ്ങൾ എവിടെ നോക്കുന്നു എന്നതാണ് ചോദ്യം. ചെളി കാണണോ? കണ്ടോളൂ. യു ഡിസൈഡ്. നക്ഷത്രങ്ങൾ കാണണമോ? സ്വല്പം ഒന്ന് കണ്ണുകൾ ഉയർത്തിയാൽ പോരെ, അവിടെ നക്ഷത്രങ്ങളുണ്ട്. അപ്പോൾ ജയിലിൽ കിടക്കുമ്പോൾ പോലും നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കാം. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യു. നമുക്കറിയാം, പല വലിയ വ്യക്തികളും ജയിലുകളിൽ കിടന്നപ്പോഴല്ലേ പല സാഹിത്യങ്ങൾ ഉടലെടുത്തത്. അവർ നക്ഷത്രങ്ങളെ കണ്ടവൻ. അവരവരുടെ ജയിൽ ജീവിതത്തെ പറ്റി മനോഹരമായി എഴുതിയ എത്രയോ പുസ്തകങ്ങളും ആർട്ടിക്കിൾസ് ഒക്കെ നമുക്കറിയാം. അതൊക്കെ വിശ്വപ്രസിദ്ധമായിരിക്കുന്ന ലിറ്ററേച്ചറായിട്ട് മാറിയിരിക്കുക. പകരം വേണമെങ്കിൽ ജയിലിൽ കിടന്ന് നരകിച്ച് ജീവിക്കുകയും ചെയ്യാം. അപ്പോൾ തീരുമാനം എന്റേതാണ്, തീരുമാനം നിങ്ങളുടേതാണ്. ഐ ക്യാൻ ബി an optimist. അപ്പോൾ പലപ്പോഴും ചോദ്യം വരും, ജീവിതത്തിൽ മുഴുവൻ സമയം ഓപ്റ്റിമിസ്റ്റ് ആകാൻ പറ്റുമോ? ചില സമയത്തൊക്കെ ചെറിയൊരു പെസിമിസം വേണ്ടേ? ഇവിടെയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ടേം പോസിറ്റീവ് പെസിമിസ്റ്റ് എന്ന് പറയും. ആരാണ് പോസിറ്റീവ് പെസിമിസ്റ്റ് ഓർ പോസിറ്റീവ് പെസിമിസം? I'm a practitioner of positive pessimism, hoping for the best, expecting the worst. ഈ മൈൻഡ് പ്ലസ് ഒക്കെ കൂടിയാലും നമ്മളുടെ ചില പദ്ധതികൾ പാളിപ്പോകാം. ഡെഫിനറ്റ് ആയിട്ട്. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്തു, സ്റ്റേജിൽ കയറി ഒരു പാട്ട് പാടാൻ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിക്കാൻ സ്റ്റേജിൽ കയറിയതാ. പക്ഷെ അവിടെ കയറിയപ്പോൾ ശരിക്കും കൈയങ്ങ് പ്രവർത്തിക്കുന്നില്ല, നോട്ട്സ് തെറ്റിപ്പോവുകയാണ്. പാടുമ്പോൾ ത്രോട്ടിൽ നിന്നൊരു കിച്ചുകിച്ചു വരികയാണ്, അല്ലെ? നന്നായി പ്രിപ്പയർ ചെയ്തൊരു സ്പീച്ചാണ്, സ്റ്റേജിൽ കയറിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ്. ഇതൊക്കെ സംഭവിക്കും. അല്ലെ, പണം ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ്, നന്നായി പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത ഒരു ബിസിനസ്സാണ്, പാളി. അപ്പോൾ പോസിറ്റീവ് പെസിമിസം എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു, നടപടികളൊക്കെ എടുക്കുന്നു, ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. പക്ഷെ ആ സമയത്തും എനിക്കറിയാം, അഥവാ ചില കാര്യങ്ങൾ പിടിവിട്ടു പോയാൽ എന്ത് ചെയ്യണം. ഐ നോ ദാറ്റ്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് ഒരു പ്രിപ്പയർഡ് ആയിരിക്കുന്ന വ്യക്തിക്കേ സാധിക്കുള്ളൂ. നിങ്ങൾ പ്രിപ്പയർഡ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ മേലിൽ പിന്നെ സ്റ്റേജിൽ കയറൂല, പാട്ട് പാടൂല, പ്രസംഗം പറയൂല. അപ്പോൾ മൈൻഡ് പ്ലസ് പാർട്ടിസിപ്പൻസ് പോസിറ്റീവ് പെസിമിസത്തിന്റെ ആളുകളായിരിക്കണം. നമ്മൾ ചെടികൾ കുഴിച്ചിട്ടു, എല്ലാ ചെടികളും വളരണമെന്ന് വിചാരിച്ച് തന്നെയാണല്ലോ കുഴിച്ചിടുന്നത്, അല്ലേ? ചിലപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് വില കൊടുത്ത് മേടിച്ചൊരു ചെടി ഉണങ്ങിപ്പോയി എന്നും വന്നേക്കാം. ഇതൊക്കെ സംഭവിക്കും. അപ്പോൾ എക്സ്പെക്ടിങ് ദ വേഴ്സ്റ്റ് എന്ന് വിചാരിച്ച് വാടിപ്പോകാൻ വേണ്ടി നമ്മൾ ആരും വില കൊടുത്ത് ചെടി മേടിച്ച് കുഴിച്ചിടാറില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ആശയം പിടികിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒരു ഇന്റർവ്യൂവിന് പോവുക, എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിക്കുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ഞാൻ നന്നായി പ്രിപ്പയർ ചെയ്ത് 20 മിനിറ്റ് നേരത്തെ അവിടെ എത്തി, ശാന്തമായിരുന്നു. ഐ എം ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ്. ഇനി കുറെ അധികം കാൻഡിഡേറ്റ്സ് ഉണ്ട്, ചിലപ്പോൾ കിട്ടാതെയും വന്നേക്കാം, അത് വരുന്ന വഴിക്കുകയാണ്, അല്ലേ? ഹോപ്പിംഗ്, എക്സ്പെക്ടിങ് ദ വേഴ്സ്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്റ്റിമിസം എന്ന ആ മാനസിക അവസ്ഥ
അതാണ് ജീവിതത്തെ വിജയിപ്പിക്കുന്നതെന്ന തിരിച്ചറിവോടുകൂടി ഇതൊരു കാഴ്ചപ്പാട് വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ആ പെസിമിസത്തിൽ നിന്ന് ചെറിയൊരു ഷിഫ്റ്റ് ആണ്, ചെറിയൊരു ചേഞ്ച് ആണ്. അപ്പോൾ കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്യാം.